വിപിൻ സി വിജയൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിപിൻ നമ്മളോടൊപ്പം ചേരുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ്. ധാരാളം വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ നിലവിലെ സാഹചര്യം എന്ന് നോക്കാം. വിപിൻ, ഒരു യുദ്ധ സമാനമായ സാഹചര്യം രൂപപ്പെട്ടപ്പോൾ പല വിമാന സർവീസുകളും വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഗൾഫ് മേഖലകളിലേക്ക് സർവീസുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും യാത്രക്കാരെത്തി മടങ്ങിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. എന്താണ് നെടുമ്പാശ്ശേരിയിലെ നിലവിലെ സാഹചര്യം? GK ആശയക്കുഴപ്പം, അവ്യക്തത, അതാണ് നെടുമ്പാശ്ശേരിയിലെ ഈ ഡിപ്പാർച്ചർ ഈ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കാരണം അത്രത്തോളം ആളുകൾ എത്തുകയും അവർ തിരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം വലിയ രീതിയിലുള്ള നിരാശ. കാരണം ഇവിടെ എത്തുമ്പോഴാണ് പലരും അറിഞ്ഞത് ആ വിമാനമില്ല എന്നുള്ള വിവരങ്ങൾ. അപ്പോൾ അത്രത്തോളം ഏകദേശം 14 വിമാനമാണ് ഇതുവരെയും ഇവിടെ നിന്ന് റദ്ദാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ബോർഡിൽ നിന്ന് തന്നെ കാണാം, എല്ലാം ക്യാൻസൽ എന്നുള്ള ഒരു വിവരങ്ങൾ മാത്രമാണുള്ളത്. ഇപ്പോൾ ഇതാ റിയാദിലേക്കുള്ള ഒരൊറ്റ പ്ലെയിൻ, അത് മാത്രം ഇതാ ഫൈനൽ കോൾ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആ ഒരു വിമാനം 8:20 പോകാനുള്ളത്. അപ്പോൾ അതിലെ യാത്രക്കാർ മുഴുവനായും ഇപ്പോൾ വിമാനത്തിനകത്ത് കയറി ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവസാനമായിട്ട് ലഭിക്കാനുള്ളത്. മറ്റ് ദുബായിലേക്ക്, അബുദാബിയിലേക്ക്, മസ്കറ്റിലേക്കുള്ളതെല്ലാം തന്നെ ക്യാൻസൽ എന്നാണ് കാണിക്കുന്നത്. അതായത് പുലർച്ചെ ഉള്ളതെല്ലാം തന്നെ ഷെഡ്യൂൾഡ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അതുകൂടി ക്യാൻസൽ ആവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. 9:35 അബുദാബിയിലേക്കുള്ള എയർ അറേബ്യ വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. 2:45 പുലർച്ചെയുള്ള കുവൈറ്റിലേക്ക് പുറപ്പെടേണ്ട ജസീറ എയർവേസും റദ്ദാക്കിയിട്ടുണ്ട്. 10 മണിക്ക് കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഇത്തിഹാദ് എയർവേസ് റദ്ദാക്കി. ഇങ്ങനെ 14 വിമാനങ്ങളാണ് ഇതുവരെയും റദ്ദാക്കിയിരിക്കുന്നത്. സിയാൽ ഇതുവരെ അറിയിച്ചിരിക്കുന്നത്, അതായത് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപ് ടിക്കറ്റ് എടുത്ത വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വരിക എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു അപ്ഡേഷൻ ഉള്ളത്. ഈ ഒരു സമയത്ത് നിറയെ യാത്രക്കാർ ഇവിടെ ഈ നെടുമ്പാശ്ശേരിയിലെ ഈ ഭാഗത്ത് ഉണ്ടാകേണ്ടതായിരുന്നു. കാരണം ഒരു 5 മണി മുതൽ പുലർച്ചെ വരെയാണ് ഏറ്റവും കൂടുതൽ ദുബായ് മേഖലകളിലേക്ക് ഏറ്റവും വിമാനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ സ്വീകരിക്കാനും പോകുന്നതിനൊക്കെ വേണ്ടി അത്രയേറെ ആളുകളുണ്ടായി. ഇപ്പോൾ തീർത്തും ശൂന്യമായി കിടക്കുകയാണ്. ആശയക്കുഴപ്പം കാരണം പലരും നമ്മോടൊക്കെ സംസാരിക്കുകയും അവർ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയൊരു എപ്പോഴായിരിക്കും, 2 ദിവസം കഴിഞ്ഞ് ബന്ധപ്പെടാനാണ് പലപ്പോഴും കമ്പനികൾ പറയുന്നത്. പക്ഷെ അത് എപ്പോഴായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. എങ്ങോട്ടേക്കാണ് പോകാൻ? കണക്ഷൻ ക്വാലാലംപുർ, നോ ഇഷ്യൂസ്. ഉണ്ടോ? ഇന്ന് ക്യാൻസൽ ആണോ? എങ്ങനെയാണ് പറയുന്നത്? ഇല്ല, സ്കെഡ്യൂൾഡ് ആണ്. അവർ കോലാലംപൂരിലേക്കാണ്. അപ്പോൾ ആ വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല. സ്വാഭാവികമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു. എല്ലാം തന്നെ ക്യാൻസൽ ആകുന്നു. 2 ദിവസത്തിനകം ബന്ധപ്പെടാനാണ് വിമാന കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട. ശരി വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അവ്യക്തതയും ആശയക്കുഴപ്പവും ഒക്കെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരെ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. അതാണ് വിപിൻ നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.